സഹോദരങ്ങൾ, ഖുർആനിലെ ഇൽം അത് ഇൽമ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വയറ് നിറയാത്ത വിജ്ഞാനമാണ്. പഠിച്ചാൽ അവൻ എന്ത് നിറയുകയില്ല, വയറ് നിറയുകയില്ല. അതുകൊണ്ടാണ് ഖുർആന്റെ തഫ്സീറുകൾ ആലോചിക്കുക, അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. ഇക്കണ്ട തഫ്സീറുകളെല്ലാം ഇസ്ലാമിക ലോകത്തുണ്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് പണ്ഡിതന്മാർ വീണ്ടും അതിന് തഫ്സീറുകൾ എഴുതുമ്പോൾ നോക്കൂ നിങ്ങൾ, പുതിയ എന്ന് പറഞ്ഞാൽ അത് ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതല്ല, പക്ഷേ ദീനിലുള്ള ഫായിദ തന്നെയാണ്. പക്ഷെ അതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ പറഞ്ഞു തരുന്നത് കാണാം. ഇബ്നു കസീറും തബ്രിയും അങ്ങനെയുള്ള പല പല ഹദീസിൻ്റെ ഖുർആനിൻ്റെ തഫ്സീർ ഗ്രന്ഥങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇതായി ആധുനിക കാലത്ത് ഇമാം അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ തഫ്സീർ രചിച്ചു. സുബ്ഹാനല്ലാഹ്, വിജ്ഞാനത്തിൻ്റെ അമൂല്യമായ രത്നങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാം. ഇക്കണ്ട തഫ്സീറുകൾക്ക് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതിയത്. പക്ഷേ നോക്കൂ, അതിൻ്റെ എല്ലാം മറ്റൊരു വശം ഖുർആന്റെ പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ധാരാളം സൂറത്തുകളുടെ തഫ്സീർ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദർസുകൾ അത് കിതാബ് രൂപത്തിലാക്കി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത്ഭുതപ്പെട്ടു പോകുന്ന, നമ്മളെ ആശ്ചര്യത്തിൽ നിർത്തുന്ന ചില ഭാഗങ്ങൾ എത്തിയാൽ ബാക്കിയുള്ളത് വായിക്കാൻ തോന്നാതെ അവിടെ നമ്മൾ നിന്നുപോകും. അത്ര അമൂല്യമായ പാഠങ്ങൾ ആ തഫ്സീറിൽ കാണാം. അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ പ്രത്യേകതയാണ്. പഠിക്കുന്നേന നിനക്ക് അതിൽ കൂടുതൽ ഉൾക്കാഴ്ച, അതിൽ കൂടുതൽ ഗുണപാഠങ്ങൾ കാണാം. ഒരു ഹദീസും അതുപോലെ ദീനിയായ മറ്റു വിജ്ഞാനങ്ങളും പഠിച്ച് ഖുർആൻ ഓതിയാൽ നേരത്തെ ഓതിയതുപോലെയല്ല ഉണ്ടാവുക, പുതിയ പാഠങ്ങൾ കാണാം. സഹാബത്ത് റളിയല്ലാഹു അൻഹു അവരുടെ ജീവിതത്തിൽ നിങ്ങളത് കേട്ടിട്ടില്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സന്ദർഭത്തിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നു. ഉമർ പറയുന്നു, ഇല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന് ആരെങ്കിലും പറഞ്ഞു വാൾ കൊണ്ട് വെട്ടും. അബൂബക്കർ സിദ്ദീഖ് വന്നതോടെ ജനങ്ങളെല്ലാം അബൂബക്കർ സിദ്ദീഖിൻ്റെ പിന്നാലെ ചെന്നു. യാ സാഹിബ റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാഹിബെ, അഖൂബിദ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ മരണപ്പെട്ടോ? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നഅം. യാ സാഹിബ റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സാഹിബെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കണോ? ആളുകൾ ചോദിച്ചതാണ്. കാരണം അവരിൽ മുമ്പൊരു നബി വന്നിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് അവരെ പിടിച്ചു കുലുക്കി. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മദീന മുഴുവൻ ഇരുട്ടില്ല, എന്തു ചെയ്യണമെന്നറിയില്ല. അബൂബക്കറോട് അവർ ചോദിച്ച ചോദ്യങ്ങളൊന്നാണ്, നബിയെ ഖബറടക്കണോ, എന്താ ചെയ്യേണ്ടത് അറിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാസായി കിടക്കുകയാണ്. അവർക്കേറ്റ സദ്മ, അവർക്കേറ്റ ആ പ്രകമ്പനം അത് ചില്ലറയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വിജ്ഞാനവും സ്ഥൈര്യവും നിങ്ങൾക്ക് അവിടെ കാണാം. പ്രതിസന്ധി ഘട്ടത്തിൽ ആളുകളൊക്കെ എന്തു ചെയ്യണമെന്നറിയാതെ ഉമറാണ് ഈ രൂപത്തിൽ പെരുമാറുന്നത്, മറ്റാരുമല്ല. സുബ്ഹാനല്ലാഹ്, ഇത്രയും വിജ്ഞാനമുള്ള ഉമറാണ് പറയുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തായി എന്ന് ആരും പറയാൻ പാടില്ല എന്ന്. എന്തായിരിക്കും ആ രംഗം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സ്ഥിരതയോടെ നിന്നു. അവർക്ക് ആയത്ത് ഓതി കൊടുക്കുകയാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖലത് മിൻ ഖബ്ലിഹി റുസുൽ ഫഇൻ മാത ഔ ഖുതില അൻഖലബ്തും അലാ അഖാബികും. അതുപോലെ ഇന്നക മയ്യിതു വ ഇന്നഹും മയ്യിതൂൻ, ഈ ആയത്തുകൾ ഓതി കൊടുക്കുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലുകളിൽ റസൂലാണ്. മുമ്പ് റസൂലുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ റസൂൽ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ ഈ ദീനിൽ നിന്ന് പിന്നോക്കം പോകാനോ? അതുപോലെ ഇന്നക മയ്യിതുൻ, ഓ നബിയെ താങ്കൾ മരിക്കും, വ ഇന്നഹും മയ്യിതൂൻ, അവരും മരിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓതിയപ്പോൾ ആ ആളുകളെല്ലാം ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഓതിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് അവതരിച്ചതുപോലെ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടവരാണവർ, ഓതിയവരാണവർ. പക്ഷെ നോക്കൂ നിങ്ങൾ, ആ സന്ദർഭത്തിൽ ആ ഖുർആൻ അവരെ ആ യാഥാർത്ഥ്യം പഠിപ്പിച്ചു. ഇതാണ് അള്ളാഹുവിൻ്റെ കിതാബ്, റബ്ബിൻ്റെ കിതാബ്. അത് നിസ്സാരമല്ല. അതുകൊണ്ട് സഹോദരങ്ങൾ പഠിക്കുക, അതിൽ അമൂല്യമായ രത്നങ്ങൾ, വിജ്ഞാനത്തിൻ്റെ മണിമുത്തുകൾ കരസ്ഥമാക്കുക. അതുകൊണ്ട് ഹൃദയത്തിന് ലഭിക്കുന്ന വിശാലതയും ജീവിതത്തിൽ ലഭിക്കുന്ന സന്തോഷവും ചില്ലറയല്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ അറിവ് കൊണ്ടുള്ള സന്തോഷം അത് സുബ്ഹാനല്ലാഹ് ഡോളറുകൾ ലഭിക്കുന്നതിനേക്കാൾ, സ്വർണവും വെള്ളിയും ലഭിക്കുന്നതിനേക്കാൾ ഒരു സന്തോഷമാണ്. അവർക്ക് കിട്ടാത്ത സന്തോഷമാണ് അറിവിൻ്റെ സന്തോഷം. അത് ജീവിതത്തിൽ വലിയ സന്തോഷം പകർന്നു നൽകും. അതിൻ്റെ മധുരം നുണഞ്ഞവർക്കല്ലാതെ അത് മനസ്സിലാവുകയില്ല, പറഞ്ഞാൽ മനസ്സിലാവുകയില്ല.